പക്ഷെ എന്നെ എപ്പോഴും കരയിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങാണിത്. ജന്മം നൽകി വളർത്തിയ മകനെ കൈ കഴുകി ബലിവേദിയിൽ കയറ്റിവിടുന്ന മാതാപിതാക്കൾ. ഹിന്ദു മതത്തിലെ സഹോദരന്മാർ പറയുന്നത് പട്ടെന്ന് പറയുക. ഈ പട്ടരാണ് നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പട്ടക്കാരനായിട്ട് മാറുന്നത്. നമ്മുടെ അയോഗ്യത മനസ്സിലാക്കി നമ്മോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ദൈവം തരുന്ന വിളിയാണ്. അതാണ് പൗരോഹിത്യം. ഈ പാതിരി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും ടി വിയിലൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, പാതിരിമാർ എന്താണെന്ന് അവർക്കെന്നെ അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണഗതിയിൽ 3 വാക്കുകൾ ഈ വൈദികരെ കുറിച്ച് കേൾക്കാറുണ്ട്. ഒന്ന് പുരോഹിതൻ. പുരോഹിതൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മുമ്പിൽ വയ്ക്കപ്പെട്ടവനാണ്. ദൈവത്തിന് മനുഷ്യർക്കിടയിൽ മുമ്പിൽ വയ്ക്കപ്പെട്ടവനാണ് പുരോഹിതൻ. ആ ദൈവജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കാനായിട്ട് സഭയാൽ നിയോഗിക്കപ്പെട്ടവരാണ് വൈദികർ. അപ്പോൾ അതുകൊണ്ട് പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തോടൊപ്പം നടന്ന് ജനത്തെ സ്വർഗത്തിലേക്ക് സ്വർഗോന്മുഖമായി നയിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. മുമ്പിൽ വയ്ക്കപ്പെട്ടവനാണ് പുരോഹിതൻ. രണ്ടാമത് നമ്മൾ പറയുന്നവരെ കുറിച്ച് പട്ടക്കാരൻ എന്നാണ് പറയുക. പട്ടക്കാരൻ. ഹിന്ദു മതത്തിലെ സഹോദരന്മാർ പറയുന്നത് പട്ടെന്ന് പറയുക. ഈ പട്ടരാണ് നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പട്ടക്കാരനായിട്ട് മാറുന്നത്. ഈ പട്ടക്കാരൻ പട്ടം സ്വയം ഏറ്റെടുക്കുന്നതല്ല, പട്ടം കൊടുക്കുകയാണ്. കൊടുത്താലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ എന്നെയാണ് തിരഞ്ഞെടുത്തത്. അപ്പം നമ്മുടെ ദൈവവിളി എന്ന് പറയുന്നത് നമ്മുടെ യോഗ്യതയല്ല, യോഗ്യത അനുസരിച്ച് ആവശ്യപ്പെട്ട് കിട്ടുന്നതല്ല. നമ്മുടെ അയോഗ്യത മനസ്സിലാക്കി നമ്മോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ദൈവം തരുന്ന വിളിയാണ്. അതാണ് പൗരോഹിത്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ശമ്മാശന്മാർ ഈ പരിശീലനമൊക്കെ നടത്തിയത്, ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ വാക്ക് നമ്മൾ കാണുന്നത്, പുരോഹിതരെ കുറിച്ച് കാണുന്നത് പാതിരി എന്നാണ്. പാതിരി. ഈ പാതിരി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും ടി വിയിലൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, പാതിരിമാർ എന്താണെന്ന് അവർക്കെന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ പാതിരി ലത്തീൻ പദമാണ് പാത്തർ. ഫാദർ എന്നുള്ളതിൻ്റെ ലത്തീൻ വാക്കെന്ന് പറയുന്നത് പാത്രമാണ്. ആ പാത്രയിൽ നിന്നാണ് ഇറ്റാലിയനിലെ പാതരെ, സ്പാനിഷിലെ പാതരെ, പോർച്ചുഗീസിലെ പാതരെ, അതിൽ ചില പുസ്തകം കൊമിക്കുണ്ട് എഴുതുമ്പോൾ പാതരെ. ഈ പാതിരയാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ പാതിരിമാരായിട്ട് മാറിയത്. എന്താണ് ഈ പാതിരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പിരിച്വൽ ഫാദർ. ദൈവജനത്തിൻ്റെ ആത്മീയ പിതാവാണ് ഒരു പുരോഹിതൻ. ദൈവജനത്തെ നയിക്കാനുള്ളവനാണ്. ദൈവജനത്തിന് ദൈവസ്നേഹവും പരിഗണനയും അനുകമ്പയും പകർന്നു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സഭ പഠിപ്പിക്കുന്നത്. എന്താണ് പൗരോഹിത്യം എന്ന് പറയുന്നത്? പൗരോഹിത്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ഡിവൈൻ ലവ്, ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ഡിവൈൻ കമ്പാഷൻ, ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ഡിവൈൻ ഫെയ്ത്ത്ഫുൾനെസ്. ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, വിശ്വസ്തതയുടെ അടയാളമായിട്ടാണ് എപ്പോഴൊക്കെ പുരോഹിതർ ആവശ്യമുണ്ടോ അപ്പോൾ ദൈവം പുരോഹിതരെ തിരഞ്ഞെടുക്കുന്നത് ജനത്തിന് പുരോഹിതരെ ആവശ്യമുണ്ടെന്ന് ദൈവം മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിക്കപ്പെട്ടവര് ഈ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ അനുകമ്പയും ജനത്തിന് കൊടുത്ത് ആത്മീയമായിട്ട് അവരെ വളർത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. പാതി തിരിഞ്ഞാൽ പോരല്ലോ, പാതിയിൽ നിന്ന് തിരിയണം, പതുക്കെ തിരിഞ്ഞാൽ പോരാ, മുഴുവനായിട്ട് തിരിയണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അതും പോരാ, തിരിയായി കത്തിയെരിയണം. അപ്പോഴാണ് പാതിരിയാവുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? പാതിയായി തിരിഞ്ഞാൽ പോരാ എന്ന് പറയുമ്പോൾ അപൂർണ സമർപ്പണം പോരാ. പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സമർപ്പണം, മുഴുവനായിട്ട് തിരിയണം. പാതിയിൽ തിരിഞ്ഞാൽ പോരാ, മുഴുവനായിട്ട് തിരിയണം. രണ്ടാമത് പറയാണ് അത് പാതിയിൽ നിന്ന് തിരിയണം. നാലാമത് പറയാണ് തിരിയായി കത്തി അമരണം. അതാണ് യഥാർത്ഥത്തിലുള്ള പൗരോഹിത്യ ജീവിത ബലിയർപ്പണം. നമ്മുടെ പൗരോഹിത്യ ജീവിതം. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട നമ്മുടെ ആർച്ച് ബിഷപ്പ് ഫോട്ടോജിഷ്യം പറയുന്നത്, പുരോഹിത മെത്രാനിച്ചൻ്റെ കയ്യൊപ്പ് വഴി നീ പുരോഹിതനായി എന്ന് വിചാരിച്ച് നീ അഹങ്കരിക്കരുത്. നീ പുരോഹിതൻ അതിൻ്റെ പൂർണ്ണതയിലാകുന്നത് വിശ്വസ്തയോടുകൂടി ജീവിച്ച് നീ അന്ത്യശ്വാസം വലിക്കുമ്പോഴാണ്. നിന്റെ മരണത്തോടു കൂടിയാണ് നീ പുരോഹിതനായോ എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാകുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. വൈദിക ശുശ്രൂഷയിലൂടെ എൻ്റെ സഭയെ ഞാൻ കെട്ടിപ്പടുക്കണം.
വൈദിക ശുശ്രൂഷയിലൂടെ എൻ്റെ സഹോദരി സഹോദരന്മാർ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് സാധിക്കണം. അതിന് പൗരോഹിത്യം പറ്റുള്ളൂ. ദൈവത്തെ കൊടുക്കാൻ. പ്രിയപ്പെട്ടവർ, നമ്മൾ എത്ര വലിയ മിടുക്കന്മാരായാലും മിടുക്കികളായാലും, എത്ര വലിയ ജോലി ചെയ്താലും, എത്ര രൂപ സമ്പാദിച്ചാലും അവസാനം ദൈവത്തിൻ്റെ കയ്യൊപ്പ് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് കൂദാശകൾ സ്വീകരിക്കാൻ, വിശുദ്ധ ബലി അർപ്പിക്കാൻ, വിശുദ്ധ ബലിയിലൂടെ ദിവികാരുണ്യം സ്വീകരിക്കാൻ ദൈവം തരുന്ന പകരക്കാരനാണ് വൈദികൻ. ഈ ചിന്ത നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് എനിക്ക് യുവജനങ്ങളോട് കുട്ടികളോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത് പൈസ മാത്രമല്ല. പൈസ തന്നെ എത്രയോ കോടീശ്വരന്മാർ നമ്മുടെ രാമനാഥപുരം ഇടവകയിൽ രൂപതയിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർക്കൊക്കെ സന്തോഷം മുഴുവനായിട്ടുണ്ടെന്ന്? കാശുണ്ട്, അവർക്ക് സ്റ്റാറ്റസ് ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ട്, രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഉണ്ട് അവർക്ക്. പക്ഷേ സന്തോഷമില്ല. സന്തോഷം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം കൂടി ചെയ്യണം. ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ. ഇപ്പം നമ്മുടെ തിരുക്കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് 2 കൈവെപ്പ് പ്രാർത്ഥനകളാണ്. വരാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രാർത്ഥനകൾ. പക്ഷെ ഏറ്റവും വികാരനിർഭരമായ പ്രാർത്ഥന ഏതാണെന്നറിയാമോ? വികാരനിർഭരമായ ചടങ്ങ്. ആരംഭത്തില് മാതാപിതാക്കള് ഈ മക്കളെ അടുത്ത് വിളിച്ചിട്ട് കൈ കഴുകി അവരുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, ശിരസിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഞാൻ മെത്രാൻച്ചനാകുന്നതിന് മുമ്പ് അതിന് ശേഷവും ഒരുപാട് തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ എപ്പോഴും കരയിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങാണിത്. ജന്മം നൽകി വളർത്തിയ മകനെ കൈ കഴുകി ബലിവേദിയിൽ കയറ്റി വിടുന്ന മാതാപിതാക്കൾ. ഇത് സാധാരണഗതി നമുക്ക് കിട്ടുന്നൊരു അതല്ല. സ്വന്തം മക്കളെ കൈ കഴുകി, മോനെ നീ ബലിവേദിയിൽ കയറാണ്, ആ ബലിവേദിയിൽ കയറുന്ന നീ മരണം വരെ തറയില്ലാതെ വിശ്വസ്തനായി ജീവിക്കുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരുന്ന ഏറ്റവും വലിയ സമ്മാനം. നമ്മൾ വൈദികരെ കുറിച്ച്, സന്യസ്തരെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞില്ലെങ്കിലും മോശമായ കാര്യം പറയാണ്ടിരിക്കും. നമ്മുടെ ഏറ്റവും വലിയതാണല്ലോ. അതായത് ഒരു തരത്തിലും പ്രതികരിക്കാത്ത ഒരു വർഗം നമുക്കുള്ളത് മെത്രാൻച്ചന്മാരും വൈദികരും സന്യസ്തരുമാണ്. ഏത് പെട്ടികടയിൽ പോയി പറഞ്ഞാലും, എങ്ങനെ അനോണിമസ് ലെറ്റർ എഴുതിയാലും നമ്മൾ ആരും കേസ് കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കാണുന്നത്, എത്ര നല്ല നന്മ ചെയ്താലും, എത്ര നന്മ ചെയ്താലും വൈദികർക്കെതിരെ, സന്യസ്തർക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതിന് ടോപ്പിലെത്തുമ്പോൾ മെത്രാൻച്ചന്മാർക്കെതിരെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ നമുക്ക് പറ്റിയത്? നമ്മൾ ചിന്തിക്കണം. ഇതൊരു അവസരമാണിത്. നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിലും കുറ്റം പറയാണ്ടിരിക്കുക. നല്ലത് പറയുന്ന സ്വഭാവം നമുക്കില്ലല്ലോ. അതുകൊണ്ട് ഇത് ദൈവവിളി പ്രൊമോഷന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ അച്ഛന്മാരൊക്കെ എന്തുമാത്രം നന്മകളാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് പറയാം, നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ എത്ര അച്ഛന്മാരുടെ ശുശ്രൂഷ കിട്ടുന്നത്? നമ്മുടെ രൂപതയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര അച്ഛന്മാരാണ് 25, 30, 40, 50 കിലോമീറ്റർ വണ്ടി ഓടിപ്പിച്ച് പോയിട്ട് കുർബാന അർപ്പിക്കുകയാണ്. നാട്ടിൽ നിന്ന് വന്നവർക്കും മനസ്സിലാവില്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ വീട്ടിലേക്കും നമ്മുടെ അച്ഛന്മാർ വരുന്നു, നമ്മുടെ സിസ്റ്റേഴ്സ് വരുന്നു. നിങ്ങൾ ഇനി അവിടെ വീട്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ അവരുമായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് അവരെ കുറിച്ച്? ഇന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങളാണ്. ഒരു അച്ഛൻ വീട് വിസിറ്റിന് വന്നു, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് വീട് വിസിറ്റിന് വന്നു, അല്ലെങ്കിൽ ബ്രദേഴ്സ് വീട് വിസിറ്റിന് വന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ, അന്ന് അവർ ബലിയിൽ പങ്കെടുക്കുമ്പോഴും കുർബാന അർപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ ആരാധനയിൽ പങ്കുചേരുമ്പോൾ ജപമാല ചൊല്ലുമ്പോഴും, ദൈവമേ ആ കുടുംബത്തെ കാത്ത് രക്ഷിക്കണേ, പ്രാർത്ഥിക്കണം അവര്. ഇത് വൈദികരില്ലെങ്കിൽ നടക്കുമോ പ്രിയപ്പെട്ടവരെ? സന്യസ്തരില്ലെങ്കിൽ നടക്കുമോ? നമുക്ക് ഫ്രീ ആയിട്ട് കടന്നു ചെല്ലാവുന്ന ആരോ നമുക്കുള്ളത്? നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ, നമ്മുടെ ഉള്ളു തുറക്കാൻ, നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് ആരാ ഉള്ളത്? അത് വൈദികരാണ്, സന്യസ്തരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ വൈദികരും സന്യസ്തരും നമ്മുടെ സഭയിൽ, നമ്മുടെ രൂപതയിൽ ഉണ്ടാകാൻ, നമ്മുടെ സന്യാസ സമൂഹങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന കാര്യമാണല്ലോ, സീറോ മലബാർ സഭ ലോകത്തിലെ 24 വ്യക്തിസഭകൾ അടങ്ങുന്നതാണല്ലോ കത്തോലിക്ക സഭ. ഇതിൽ ഏറ്റവും സജീവമാണെന്നാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സജീവമായിരിക്കുന്നത്? നമുക്ക് നേതൃത്വം നൽകാൻ ആവശ്യത്തിനുള്ള അച്ഛന്മാരും റിലീജിയസ് ഉള്ളതുകൊണ്ടാണ്.
നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ വന്ന് സഹായിക്കാനും ഗൈഡ് ചെയ്യാനും നമുക്ക് എന്ത് ദുഃഖങ്ങളും പങ്കുവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൈദികരും സന്യസ്തരും നമുക്കുള്ളത് കൊണ്ടാണ് സീറോ മലബാർ സഭ ഇങ്ങനെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എൻ്റെ മക്കളിൽ ഒരാൾ, എൻ്റെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമായിട്ടുള്ള ഒരു മകൻ, ഒരു മകൾ പള്ളിയിലുണ്ടാകണം. ദൈവത്തെ കൊടുക്കുന്ന മനുഷ്യർ നമുക്കില്ലെങ്കിൽ, ദൈവത്തെ കൊടുക്കാൻ, ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് വൈദികരും സന്യസ്തരും ഇല്ലെങ്കിൽ നമ്മുടെ ഈ വിശ്വാസം, ഈ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. നിങ്ങൾ നോക്കി, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയാണ് സഭ തളർന്നിട്ടുള്ളത്? സഭ തളർന്നിട്ടുള്ളത് വൈദികരില്ലാത്തടത്താണ്, റിലീജിയസ് ഇല്ലാത്തടത്താണ്. ഞാൻ 2015 ഇവിടുന്ന് ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോയത്. അപ്പോൾ പോയ അവസരത്തിൽ എന്നോട് അവിടെ 10-30-40 വർഷം മുമ്പൊക്കെ അവിടെ പോയ ചേട്ടന്മാരും ചേച്ചിമാരും വന്നിട്ട് എന്നോട് അവർ പരിചയപ്പെടാൻ വന്നു. പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു, പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് 2 പിതാക്കന്മാരുണ്ട്, ധാരാളം അച്ഛന്മാർ പലയിടങ്ങളിലായിട്ടുണ്ട്, സിസ്റ്റേഴ്സും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ, ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബലി അർപ്പിക്കാൻ, കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, കാറ്റീസം എടുക്കാൻ ഇവരാരും ഉണ്ടായിരുന്നില്ല. എത്ര കുടുംബങ്ങളാണ് പിതാവേ വഴിതെറ്റിപ്പോയത്. 10-14 വർഷം, 10, 12, 13 വർഷമൊക്കെ ഈ പരിശീലനത്തിൽ പോകുമ്പോണ്ടല്ലോ അവരുടെ ഈ അനാവശ്യമായിട്ടുള്ള ശൗര്യവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ സഭയുടെ ശിക്ഷണവും സഭയുടെ ഡിസിപ്ലിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി നടക്കാൻ വേണ്ടിയിട്ട് അവരിടയ്ക്ക് എന്തെങ്ങനെ പോകുന്നതെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അത് കഴിഞ്ഞു. പൊതുയോഗത്തിൽ എന്തെങ്കിലും പറഞ്ഞു, പള്ളിയുടെ ഉള്ളിൽ എന്തെങ്കിലും പറഞ്ഞു, അതോടെ അത് കഴിഞ്ഞു അവരുടെ. നമ്മൾ അത് പിന്നെ വീണ്ടും കൊണ്ട് നടക്കുകയാണ്. അച്ഛനത് പറഞ്ഞല്ലോ, അച്ഛൻ അങ്ങനെ പെരുമാറിയല്ലോ എന്ന് പറഞ്ഞു നടക്കുക. അതുകൊണ്ട് എനിക്ക് നമ്മൾ പറയാനുള്ളത്, പൗരോഹിത്യത്തിലൂടെ സഭയിലേക്ക്, ദൈവത്തിലേക്ക് കുറച്ചുകൂടി അടുക്കാൻ, കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ പൗരോഹിത്യ ദാന ശുശ്രൂഷ നമുക്ക് സഹായകമാകണം. ഇപ്പോൾ പലരും പറയുന്നത്, അവൾ പോയി കഴിഞ്ഞാൽ, അവൻ പോയി കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരുള്ളേ? ഇപ്പം കെവിനോട് ഞാൻ പറയണ, ഇവനെ കഷ്ടപ്പെടുത്തരുത്, വേണ്ട രീതിയിൽ ഓടി നടന്നു അധ്വാനിക്കട്ടെ, വീട്ടിലെ കാര്യം പോലെ ശല്യപ്പെടുത്തരുത്, നീ അത് ഏറ്റെടുക്കണം. വിനു പേടിക്കണ്ട, ജിജിയും പേടിക്കണ്ട, ആ കെവിൻ നോക്കിക്കോളും. കെവിനിക്ക് നന്നായിട്ട് അറിയാം, ചേട്ടൻ്റെ പട്ടം കഴിഞ്ഞിട്ട് പോരാനാണ് സംശയമുണ്ട് എനിക്ക് കെവിനെ കുറിച്ച്. ഇതുപോലെ തന്നെ അരുണിനോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. സ്റ്റെഫിൻ പറയണം, ചിന്തിക്കണം, ചേട്ടനെ വെറുതെ ആവശ്യമില്ലാണ്ട് കഷ്ടപ്പെടുത്തരുത്, ചേട്ടൻ പോയി ശുശ്രൂഷിക്ക് ചെയ്യട്ടെ, ലോകമേ തറവാടെന്ന് പറഞ്ഞ് നടക്കട്ടെ. ചിലരുടെ വിചാരം ഈ ഇതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന, ഇപ്പോൾ ഞാൻ നോട്ടൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ എല്ലാവരും പോവാണല്ലോ, അപ്പനും അമ്മയ്ക്കും നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് മഠത്തിലേക്കും വിടില്ല, സെമിനാരിലേക്കും വിടില്ല, എന്നിട്ട് കല്യാണം കഴിക്കണം പറയും. കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച കഴിയുമ്പോൾ ഇതാ പോകുന്നു, പിന്നാലെ മറ്റാളും പോകുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല, വെള്ളം എടുത്ത് കൊടുക്കാൻ ആരുമില്ല. എന്നിട്ടിപ്പോൾ ഈ സിസ്റ്റേഴ്സൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങളെടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അപ്പനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിൽ പോയി നോക്കിക്കോളാൻ പറഞ്ഞിരിക്കുക. കാരണം കല്യാണം കഴിച്ചവരാരും കിട്ടാനില്ല. പ്രൊഫഷണൽമാരെ കൂടി ഇരിക്കുന്നുണ്ട്, അവർ പറയും, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോന്ന് ചോദിക്കുകയോ. എത്ര ദിവസം വേണമെങ്കിൽ പച്ചന്മാര്, നമ്മളിപ്പോൾ ആരെങ്കിലും ചേട്ടനോ ചേച്ചിയോ അമ്മയോ ഒക്കെ എടുക്കണമെങ്കിൽ നോക്കാൻ ആളില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഞങ്ങൾ കുർബാനയ്ക്ക് ഞങ്ങൾ ചൊല്ലിക്കോളാം, നീ പൊക്കോ എന്ന് പറയും. ഇപ്പം ആരെന്നൊക്കെ ഉണ്ടാകുക പ്രിയപ്പെട്ടവരെ? ഒരു അച്ഛനോ ഒരു സിസ്റ്ററോ ഒരു ബ്രദറോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ചാൽ എല്ലാം ഭദ്രമാണെന്ന് ആരും വിചാരിക്കേണ്ട. കല്യാണം കഴിച്ചവർക്കും ഭദ്രമല്ല, കല്യാണം കഴിപ്പിച്ചവർക്കും ഭദ്രമല്ല. കൂട്ടത്തിൽ ഞങ്ങൾക്ക് അതിമോഹമൊന്നുമില്ല. ഞാൻ ഇപ്പം എല്ലാവരും കൂടി മഠത്തിലേക്ക് വിടണമെന്നോ എല്ലാവരും കൂടി പള്ളിയിൽ വൈദികനാകാൻ വിടണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാളെങ്കിലും വിടണം. അതുകൊണ്ട് മക്കളെ താല്പര്യപൂർവ്വം പറഞ്ഞു വിടാൻ, ദൈവത്തെ സൃഷ്ടിക്കുന്ന, ദൈവത്തെ മറ്റുള്ളവർ പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ പേരക്കുട്ടി ഉണ്ടാകണം. ഈ ഒരു ചിന്തയോടുകൂടി പ്രിയപ്പെട്ടവരെ ഈ പൗരോഹിത്യ ദാന ശുശ്രൂഷയിൽ നമ്മൾ തിരിച്ചു പോകാൻ സാധിക്കണം.